എല്ലാരും കാണികളെ പോലെ നോക്കിയിരിക്കുന്നു. നാളെ വരുന്നു. ബേസിക്കും അല്ല കേട്ടോ, ബേസിക്കിനെക്കാട്ടിൽ കുറച്ചുകൂടെ മുൻപന്തി നിൽക്കുന്ന ഒരു എന്താ പറയാ, ബാലുവിൻ്റെ അഭിപ്രായ പ്രകാരം ഒരു സ്റ്റാൻഡേർഡ് മേക്കപ്പ് ലുക്കാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. എവിടെയായിരുന്നു? ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? ഇതെവിടെയാന്ന് ഞാൻ വെച്ചിരുന്നേ. ഓക്കെ, പിന്നെ ട്രാൻസ്ലൂസൻ പൗഡർ ആയതുകൊണ്ട് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഫുള്ള് വന്ന് കിടക്കും. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ കൈ കൊണ്ട് തട്ടുവാന്നെ തീർന്നു, നമ്മുടെ 5000 രൂപ പോയി കിട്ടും. വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ പൗഡർ കേട്ടോ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ചാനൽ ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഒരു 5-6 മാസങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ലാസ്റ്റായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ പോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഷൂട്ടിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാണ്, ആ മേക്കപ്പ് ചെയ്യുന്നത് ഒരു വീഡിയോ ആക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു എന്താ പറയുക, വെഡ്ഡിങ് മേക്കപ്പ് ഒന്നുമല്ല, അത്യാവശ്യം ഒരു ഷൂട്ടിന്, ഒരു നോർമൽ ഷൂട്ടിനോ ഒരു ഫോട്ടോ ഷൂട്ടിനോ അല്ലെങ്കിൽ ഒരു മാരേജിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരുങ്ങി പോകാൻ പറ്റുന്ന ഒരു ബേസിക്കും അല്ല കേട്ടോ, ബേസിക്കിനെക്കാട്ടിൽ കുറച്ചുകൂടെ മുൻപന്തി നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് മേക്കപ്പ് ലുക്കാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, നമുക്ക് ബേസ് മുതൽ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം എൻ്റെ മേക്കപ്പ് ബോക്സ് എടുത്തു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ബേസ് ഇട്ട് തുടങ്ങാം മേക്കപ്പിൻ്റെ. ഞാൻ എൻ്റെ ഈ മേക്കപ്പ് ബോക്സ് സെറ്റ് ചെയ്ത് എൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് മേക്കപ്പിൻ്റെ ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോബി ബ്രൗണിൻ്റെ വൈറ്റമിൻ സി എൻറിച്ച്ഡ് ഫേസ് ബേസ് ആണ്. ഇതൊരു മോയ്സ്ചറൈസറായിട്ടും മേക്കപ്പ് ബേസായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇത് തന്നെയാണ് മോയ്സ്ചറൈസറായിട്ടും ഇടുന്നത്, മേക്കപ്പിന് മുമ്പ് ഇടുന്നത്. എപ്പോൾ ഡ്രൈ ആണെന്ന് തോന്നിയാലും ഞാൻ ഇടുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിട്ട് തുടങ്ങാം. ഞാനിത് ഇന്നാണ് പൊട്ടിക്കുന്നത് കേട്ടോ, ഇതിൻ്റെ വലിയ ബോട്ടിൽ കഴിഞ്ഞു. അപ്പം നമുക്ക് ഇന്നിത് ഉദ്ഘാടിക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മേക്കപ്പ് ചെയ്യുന്നതായതുകൊണ്ട് ഞാനിപ്പോൾ കഴുത്തിലേക്കൊന്നും ഇടുന്നില്ല. അല്ലെങ്കിൽ ഈ സെയിം ക്രീം തന്നെ നമ്മൾ നെക്കിലേക്ക് അപ്ലൈ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നെക്ക് വേറെ കളറ്, മുഖം വേറെ കളറായിട്ടിരിക്കും കേട്ടോ. നിങ്ങൾ പ്രൊഫഷണലായിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുന്നവർ ബേസ് ക്രീമൊക്കെ ബ്രഷ് കൊണ്ട് നിങ്ങളുടെ ക്ലയൻറ്റിന് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ എനിക്ക് തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ഇടുന്നത് കേട്ടോ. അല്ലാതെ ചെയ്യുന്ന ആരാണെങ്കിലും അവർക്ക് കൈ കൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒരു ബ്രഷാണ് ബേസ് ക്രീമിൻ്റെ ഏറ്റവും നല്ല ബ്രഷാണ്. ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ ബ്ലെൻഡറോ ബ്രഷോ എന്താണെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം യൂസിന് വേണ്ടി മാത്രം നമ്മുടെ കൈ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ഈ ഒരു ക്രീം യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഗ്ലോ കിട്ടും കേട്ടോ, ഒരു ക്രീം ലുക്ക് വരും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാം. സ്ട്രോപ്പ് ക്രീം ഞാൻ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ പറഞ്ഞ പോലെ ഹെവി മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രോപ്പ് ക്രീം ഇടുവാണെങ്കിലും അതിൻ്റെ ആ ഒരു തിളക്കം ആ ഫൗണ്ടേഷൻ വെച്ച് അങ്ങ് കവർ ചെയ്ത് പോകും. പക്ഷെ അല്ലാതെ നമ്മളിപ്പം വളരെ ലൈറ്റായിട്ട് ഫൗണ്ടേഷൻ ഇടുന്നു, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇടുന്നില്ല, മോയ്സ്ചറൈസർ മാത്രമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ സ്ട്രോപ്പ് ക്രീം ഇട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം കാണിച്ചു പോകുന്നതാണ്. ഇന്ന് ഞാനിപ്പോൾ എന്തായാലും ഒരു ഹെവി കവറേജ് മേക്കപ്പ് അല്ല ചെയ്യുന്നത്, അതുകൊണ്ട് സ്ട്രോപ്പ് ക്രീമും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. വേണ്ട, ഈ സ്ട്രോപ്പ് ക്രീം ഞാനിപ്പോൾ ഇട്ടേക്കുന്ന മാക്കിൻ്റെ ഗോൾഡൻ ടിൻ്റാണ് കേട്ടോ. ഇത് ഇട്ട് കഴിയുമ്പം അത്യാവശ്യം നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടും. അതുകൂടാതെ ഇതിൻ്റെ 2 ഷെയ്ഡുണ്ട്. മാക്കിൽ ഇതിൻ്റെ ഗോൾഡും വരുന്നുണ്ട്, പിങ്കും വരുന്നുണ്ട്. പിങ്ക് ഇട്ട സമയത്ത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ആയില്ല. എനിക്ക് ആ ഒരു പിങ്ക് ഇടുമ്പോഴൊരു ഗ്ലോ എനിക്ക് ഇഷ്ടമായില്ല. എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടെ വർക്കായിട്ട് എനിക്ക് തോന്നിയത് ഗോൾഡാണ്. ചില ആൾക്കാർക്ക് പിങ്ക് ഇഷ്ടമുള്ളവരുണ്ട്, പിങ്ക് ടിൻ്റ് ഇഷ്ടമുള്ളവർ പിങ്ക് ഇടുക, ഇല്ലാത്തവർ ഗോൾഡാണ് നോക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ സ്കിന്നിനും ഏകദേശം ഒരുപോലെ പോകുന്നത് ഗോൾഡായിരിക്കും തോന്നുന്നു. സാധാരണ മേക്കപ്പ് കഴിഞ്ഞാൽ എല്ലാവരും ഡയറക്റ്റ് ഫൗണ്ടേഷൻ ഇടാറുണ്ട്, ചിലവർ ഐ മേക്കപ്പിൽ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ മേക്കപ്പിലാണ്. എനിക്ക് മേക്കപ്പിൽ ഏറ്റവും ഇഷ്ടം ഐ മേക്കപ്പാണ്.
ഞാൻ ഒരുങ്ങുന്ന സമയത്തായാലും എനിക്ക് റെഡിയാവാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതും ഐ മേക്കപ്പ് ചെയ്യാനാണ്. ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് ചടപടയെന്ന് ചെയ്യും. പക്ഷേ എനിക്ക് ഐ മേക്കപ്പ് മാത്രം കുറച്ച് സമയം എടുക്കും. നമ്മുടെ ഐ മേക്കപ്പിൽ ഞാനിപ്പോൾ ഒരു ബേസ് ആയിട്ടുള്ളൊരു കളറേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു ലൈറ്റ് ഓറഞ്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഗ്ലിറ്റർ ഇട്ട് വിടാം. ഈ ഒരു ലൈറ്റ് കളർ വെച്ചിട്ട് ക്രീസ് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും ഈ ഒരു ബോൺ കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇടുന്നത്. ചില ആൾക്കാർ അതിൻ്റെ താഴെ വരെ ഫില്ല് ചെയ്യാറുള്ളൂ. പക്ഷേ എനിക്ക് കണ്ണും പുരുകവും തമ്മിലുള്ള സ്പേസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ക്രീസ് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മേലോട്ട് കയറ്റി കട്ട് ചെയ്യുവാണെങ്കിൽ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അതുപോലെ ഇപ്പുറത്തെ കണ്ണിലും ഈ ഒരു ക്രീസ് ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതും ലൈറ്റായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ കണ്ണിൽ ചെയ്ത പോലെ ലെഫ്റ്റ് സൈഡും ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിന് പറ്റുന്ന ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെറിയൊരു ലൈറ്റ് ഒരു ഗ്ലിറ്ററി എഫക്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടേ. ഞാൻ ഈ ഒരു ഗ്ലിറ്റർ എടുക്കാം. ഇത് ചെറിയൊരു പിങ്ക് ടിൻറ്റ് വരുന്ന ഗ്ലിറ്ററാണ് കേട്ടോ. ഇനി ഇപ്പറയുള്ള കണ്ണിലും നമുക്ക് ആ സെയിം ഗ്ലിറ്റർ ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ രണ്ട് കണ്ണിലും നമ്മൾ ഗ്ലിറ്റേഴ്സ് കൊടുത്തു. ഇനി ഈ കണ്ണിൻ്റെ കോർണറിലായിട്ട് ഞാൻ ചെറിയൊരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ണിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് ഞാൻ ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കുന്നത്. അതുപോലെ ഈ കണ്ണിന് ഈ കോർണറിലും ചെറിയൊരു ഗോൾഡൻ കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കണ്ണിൻ്റെ കോർണറിൽ ആ ഒരു ഗോൾഡൻ കളർ എന്തിനാണ് കൊടുക്കുന്നത് ചോദിച്ചാൽ അപ്പോൾ കണ്ണ് കുറച്ചും കൂടി ഇങ്ങനെ എടുത്തറിയും, കണ്ണിന് കുറച്ച് പെർഫെക്ഷൻ കിട്ടും. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലൈറ്റ് ഒരു ഗോൾഡൻ കളർ നമുക്ക് ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഐബ്രോസിലല്ല, ഐബ്രോസിൻ്റെ താഴെയായിട്ട് ഈ ഒരു കോർണറിലും. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ടിങ് മുതലേ ചെറുതായിട്ട് ഇങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. ചില ആൾക്കാർ ഈ ഒരു കോർണറിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഞാനത് ഫുള്ളായിട്ടൊന്ന് ലൈൻ പിടിച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, ഐബ്രോസിലും കൊടുത്തു. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ കണ്ണിന് മേലെ എഴുതുന്നതാണ്. എനിക്ക് ഐലൈനർ ഡയറക്റ്റായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ എഴുതുന്നത് എനിക്കിഷ്ടമല്ല. അതെൻ്റെ മുഖത്തിന് ചേരത്തുമില്ല. എൻ്റെ മുഖത്തിന് കണ്ണിന് മേലെ എഴുതുവാണെങ്കിൽ ചേരുന്നത് ഒരു സ്മഡ്ജ് ചെയ്ത് വിട്ടിട്ടുള്ള ഒരു സ്മോക്കി ഐസോ അങ്ങനെ എഴുതുന്നതാണ് എൻ്റെ മുഖത്തിന് ചേരുന്നത്. എനിക്ക് യൂഷ്വലി കണ്ണിന് താഴെ മാത്രം തിക്കായിട്ട് എഴുതി നന്നായിട്ട് മസ്കാര ഇടാനാണ് പേഴ്സണലി ഇഷ്ടം. പക്ഷെ നമ്മുടെ ഡ്രസ്സും ലുക്ക് മാറുന്നതിനനുസരിച്ച് കണ്ണിന് മേലും താഴേക്കായിട്ട് മാറി കൊടുക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം ഇന്ന് ഞാൻ കണ്ണിന് മേലെ ലൈറ്റായിട്ട് എന്തായാലും ഒരു ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ബ്ലാക്കും അല്ല, ഞാൻ എന്താ കൊടുക്കുന്നത് ചോദിച്ചാൽ ഒരു വയലറ്റും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ ഒരു ഷെയ്ഡുണ്ട്. അത് എൻ്റെ ഐഷാഡോ പാലറ്റിൽ അങ്ങനെ ഒരു ഷെയ്ഡുണ്ട് കേട്ടോ. ഇനി അങ്ങനത്തെ ഷെയ്ഡ് ഇല്ലാത്തവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഐഷാഡോ പാലറ്റിലുള്ള വയലറ്റ് കളറും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു ഷെയ്ഡ് കിട്ടും. അതിപ്പോൾ നമ്മൾ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന ബ്രൈഡൽ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ബ്രൈഡിന് ഈ ഒരു കളർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കും കാണാത്ത ഒരു പ്രത്യേക തരം ഭംഗി കണ്ണിൽ കാണും. അതായത് മറ്റൊരാളിൽ നമ്മൾ വേറൊരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റാത്തൊരു സാധനം നിങ്ങൾക്ക് ചെയ്തതുപോലത്തെ ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു വയലറ്റും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഭയങ്കര ഭംഗിയാണ്. ഞാൻ കാണിച്ചു തരാം. അടുത്തത് നമുക്കിനി കണ്ണെഴുതി കൊടുക്കാം. ഞാൻ കണ്ണെഴുതുമ്പോൾ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ നന്നായിട്ട് ബ്ലാക്ക് ചെയ്യാറുണ്ട്. കാര്യം അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കണ്ണെഴുതി കഴിയുമ്പോൾ ഒരു തൃപ്തി കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഇന്നർ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ നന്നായിട്ട് എഴുതാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ണിൻ്റെ ഇന്നർ കോർണർ ഞാൻ നന്നായിട്ട് ബ്ലാക്ക് ചെയ്തു. കണ്ണിൻ്റെ ഉൾഭാഗത്തും ബ്ലാക്ക് ചെയ്യും. ഇനി കണ്ണിന് താഴെ ഇവിടെ മുതൽ ഞാനിങ്ങനെ കണ്ണ് റൗണ്ട് ചെയ്ത് വരയ്ക്കും.
അപ്പോൾ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇനി ലാസ്റ്റ് ഞാൻ താഴ്ഭാഗത്തൊന്ന് ബ്ലാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമുക്ക് ഫൗണ്ടേഷനും കൂടെ ഇട്ടതിന് ശേഷം ചെയ്യാം. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാം. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് എനിക്ക് എപ്പോഴും ശരിക്കും നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് എടുക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇത് എൻ്റെ പുതിയ ഐബ്രോ ഫില്ലിങ് പാലറ്റാണ്. ഇതിലിരിക്കുന്നത് അത്രയും ബ്ലാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയൊരു ബ്രൗണിഷ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ട്രൈ ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ഇത് മാറ്റിയിട്ട് ഇനി ബ്ലാക്ക് എടുക്കണം. കാര്യം കണ്ണ് നന്നായിട്ട് നമ്മൾ ബ്ലാക്ക് ആയിട്ട് എഴുതുമ്പം ഐബ്രോസ് ബ്രൗൺ ഷെയ്ഡ് കയറിയെന്നാൽ നമ്മുടെ ഭംഗി കുറയും. അതുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ. ഇത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിന് കൂടുതൽ വന്നേക്കുന്നത്. ഇനി നമുക്ക് ഈ പുരുകം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ പുരുകവും നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് ഐബ്രോസിൻ്റെ ഹെയർ എല്ലാം ഒന്ന് മേലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഓക്കെ, അങ്ങനത്തെ പുരുകത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ നമ്മുടെ നാസിൻ്റെ ഫൗണ്ടേഷനാണ് ഇടാൻ പോകുന്നത്. നാസിൻ്റെ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് പഞ്ചാബാണ്, മീഡിയം 1 ആണ് എൻ്റെ ഷെയ്ഡ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് അത് ഒരു കുഞ്ഞി ബ്ലെൻഡർ വെച്ചിട്ട് കൊടുക്കാം. ഞാൻ യൂഷ്വലി എൻ്റെ പേഴ്സണൽ യൂസിന് കൈ കൊണ്ടാണ് എപ്പോഴും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ബ്ലെൻഡർ എപ്പോൾ ഉപയോഗിക്കുമ്പോഴും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ പാതി ഫൗണ്ടേഷനും ആ ബ്ലെൻഡറിൽ തന്നെ അബ്സോർബ് ആയിട്ട് ഫുൾ വേസ്റ്റായി പോകാറുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എപ്പോഴും കൈ കൊണ്ടാണ് ചെയ്യാറ്. ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് കുറച്ച് പ്രൊഫഷണൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലത് കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്നതാണ്. എനിക്ക് കൈ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫിനിഷിങ്ങും കിട്ടാറ്. നന്നായിട്ട് ഞാൻ ഈ ഒരു ഒറ്റ ലെയർ ഇടാറുള്ളൂ കേട്ടോ, ഇതിന് കൂടുതൽ ഇടാറില്ല. ഇതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന ഒരു ലുക്ക് വരും. അതിന് ജസ്റ്റ് ഒരു 1 ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇല്ലെങ്കിൽ ആ ഹെയർ ഇപ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഫേഷ്യൽ ഹെയർ ഉണ്ട്, ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നെറ്റിയുടെ അവിടുത്തെയാലും കവിളിൻ്റെ അവിടുത്തെ ഫേഷ്യൽ ഹെയർക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് പെർഫെക്ഷൻ കിട്ടാൻ ആദ്യം ചെയ്യേണ്ടത് ഫേഷ്യൽ ഹെയറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക. ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്ത് നല്ല വൃത്തിയുള്ള ഒരു ക്യാൻവാസ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പടം വരയ്ക്കാൻ പറ്റും. അതുപോലെയാണ് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈ സൈഡിലും കൂടെ അതുപോലെ ഭയങ്കര ലൈറ്റായിട്ട് ഫൗണ്ടേഷൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫൗണ്ടേഷൻ്റെ പരിപാടി കഴിഞ്ഞു. നിങ്ങൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നെക്കിലും അതുപോലെ അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ രണ്ടും രണ്ടായിട്ടിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയണം, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഫേസ് മാത്രം ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഫൗണ്ടേഷൻ ഇട്ടു. ഇനി നമുക്ക് സെറ്റിംഗ് പൗഡർ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കാം. സെറ്റിംഗ് പൗഡർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ശരിക്കുള്ളൊരു ഷൂട്ടിന് പോകാമെന്ന് വെച്ചോ, ആ സമയത്ത് ഞാൻ സെറ്റിംഗ് പൗഡർ ഇട്ട് കംപ്ലീറ്റ്ലി സെറ്റ് ആക്കാറുണ്ട്. അല്ലാതെ ഇപ്പോൾ ചുമ്മാ ഒന്ന് പുറത്ത് പോകുന്നു അല്ലെങ്കിൽ എന്താ പറയുക ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ സെറ്റിംഗ് പൗഡർ ഇടില്ല. കാര്യം സെറ്റിംഗ് പൗഡർ ഇടാണ്ട് ഫൗണ്ടേഷൻ മാത്രം ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗ്ലോ ഇല്ല, അതെനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പൗഡർ ഇടാണ്ട് ബാക്കി കട്ടിങ് നമ്മുടെ കോണ്ടൂറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാറുണ്ട്. പക്ഷേ ഷൂട്ടിൻ്റെ ടൈമിൽ നമ്മൾ പൗഡറും കൂടി ഇട്ടാൽ മാത്രമേ കുറച്ചേരം സെറ്റായിട്ടിരിക്കുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പൗഡർ വന്നിട്ട് നമ്മുടെ ലോറ മെർസിയറിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് കേട്ടോ. ഇതാ യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മേടിക്കുന്ന സമയത്ത് കുറച്ച് വില കൂടുതലാണ്. എനിക്ക് തോന്നുന്നു 5,000 6,000 എങ്ങാണ്ട് ഇതിന് റേറ്റ് ഉണ്ട്. മേടിക്കുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു പൗഡർ മേടിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ യൂസ് ചെയ്തവരൊക്കെ എന്നോട് നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷേ സത്യം കേട്ടോ, ആ കൊടുക്കുന്ന ഒരു 5,000 രൂപയുടെ പണി ഈ പൗഡർ എടുക്കുന്നുണ്ട്. ഇതിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സെറ്റിംഗ് പൗഡറാണ്. നന്നായിട്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു
6 to 8 hours വരെ എനിക്കിത് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പൗഡർ നല്ലതാണ്. പെട്ടെന്ന് അങ്ങനെ തീരത്തുമില്ല. എനിക്ക് വളരെ കുറച്ച് മതി പൗഡർ. ഞാൻ ജസ്റ്റ് ഒരു ഡിപ്പ് എടുത്തതിന് ശേഷം അത് നമ്മുടെ ഈ പൗഡറിൻ്റെ ഈ ക്യാപ്പില്ലേ അതിലേക്ക് തന്നെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്രഷിലിരിക്കുന്ന എക്സ്ട്രാ പൗഡറൊക്കെ ഇതിലേക്ക് വീണ് കഴിയുമ്പോൾ ആ പൗഡർ മതി ഫേസ് കംപ്ലീറ്റ്ലി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ആയതുകൊണ്ട് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഫുള്ള് വന്ന് കിടക്കും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ കൈ കൊണ്ട് തട്ടുവാന്നേ തീർന്നു നമ്മുടെ 5000 രൂപ പോയി കിട്ടും. വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ പൗഡർ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പൗഡർ ഇട്ട് സെറ്റാക്കാം. കണ്ടോ, ഈ ഒരു സൈഡ് ഫുള്ള് ഞാൻ പൗഡർ ഇട്ടിട്ടുണ്ട്, ഈ സൈഡിൽ ഇട്ടിട്ടില്ല. ഇതാണ് ആ ഗ്ലോയുടെ വ്യത്യാസം വരുന്നത്. എൻ്റെ നോർമൽ യൂസിന് പൗഡർ ഇടാതെ ഷൂട്ടിൻ്റെ ആവശ്യത്തിന് പൗഡർ ഇട്ടിട്ടാണ് പോകുന്നത്. നമുക്ക് ബാക്കിയും കൂടെ പൗഡർ ഇട്ട് സെറ്റാക്കാം. ഓക്കെ, അങ്ങനെ പൗഡർ ഇടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യമാണ് കോണ്ടോർ ചെയ്യുക എന്നുള്ളത്. പക്ഷേ കോണ്ടോറിങ് ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ബ്രൈഡാണ് കേട്ടോ. അവരൊക്കെ പറയാറുണ്ട് കോണ്ടോറിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കറുത്തിരിക്കും, ബ്രൗൺ ഷെയ്ഡായിട്ടിരിക്കുന്നു. പക്ഷെ അത് നിങ്ങൾ ആരും നോക്കരുത്. ആ ഒരു ഷെയ്ഡിൻ്റെ വ്യത്യാസമാണ് നിങ്ങളുടെ മുഖത്തിന് കൊടുക്കാൻ പോകുന്ന ഭംഗി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കോണ്ടോറിങ് ചെയ്യാതെ ഈ ഒരു ഫേസ് എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ഫ്ലാറ്റാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും എടുത്തറിയില്ല. ഇപ്പം ഞാൻ കണ്ണെഴുതിയേക്കുന്നുണ്ട്, കണ്ണെങ്കിലും അറിയും. ഇപ്പോൾ കണ്ണെഴുതാതെ ഫുൾ ബേസ് ഇട്ടിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫീച്ചേഴ്സിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കോണ്ടോറിങ് ചെയ്ത് കഴിയുവാണെങ്കിൽ നമ്മുടെ ഓരോ ഫീച്ചർ, ഇപ്പോൾ കവിളാണെങ്കിലും ചിന്നാണെങ്കിലും മൂക്കാണെങ്കിലും ഒക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ കോണ്ടോറിങ് ചെയ്താൽ നിങ്ങളുടെ ഭംഗി കൂടും. പ്രത്യേകിച്ച് ഫോട്ടോസിലും വീഡിയോസിലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കോണ്ടോറിങ് ചെയ്യാൻ മടിക്കുന്നവരാരും കോണ്ടോർ ചെയ്യാൻ മടിക്കരുത്. നമ്മളിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യാറില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയാറുണ്ട് എനിക്ക് കോണ്ടോറിങ് നന്നായിട്ട് ഷാർപ്പായിട്ട് ചെയ്യണമെന്ന് പറയും. അപ്പോൾ എന്നോട് പറയാറുണ്ട് കോണ്ടോറിങ് ഷാർപ്പായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കേൾക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. എസ്പെഷ്യലി ബ്രൈഡായിട്ട് വരുന്നവരൊക്കെ വളരെ ലൈറ്റായിട്ട് കോണ്ടോർ ചെയ്യാൻ സമ്മതിക്കാറുള്ളൂ എന്ന്. പക്ഷേ നിങ്ങൾക്കത് ഭയങ്കര ഭംഗിയാണ്. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഞാനിപ്പോൾ കോണ്ടോർ ചെയ്ത സൈഡും ചെയ്യാത്ത സൈഡും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ യൂഷ്വലി കോണ്ടോർ ചെയ്യുമ്പം ഈ ഒരു കവളിൻ്റെ സൈഡും ചിഹ്നമാണ് ചെയ്യാറ്. പിന്നെ മൂക്ക് അത് എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. ഞാൻ സൈഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ രണ്ട് സൈഡും നമ്മളുള്ള വ്യത്യാസം കണ്ടോ? ഈ സൈഡിൽ നമുക്കിങ്ങനെ ഓവറായിട്ട് തോന്നിക്കുന്ന കവിളൊക്കെ ഉള്ളിലോട്ട് കയറിയ പോലത്തെ ഒരു ഫീൽ കിട്ടും. നമ്മുടെ ചിൻ കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ളൊരു ഫീൽ കിട്ടും. പക്ഷേ ഈ സൈഡിൽ കോണ്ടോറിങ് ചെയ്യാത്തതുകൊണ്ട് ഈ സൈഡിലെ കവിൾ ഫുൾ ഇങ്ങനെ ബ്ലും എന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കവിളൊന്ന് ഒതുങ്ങിയിട്ട് ഫേസ് നല്ല ഷാർപ്പാവും. അതുകൊണ്ടാണ് ഞാൻ കോണ്ടോറിങ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം. ഞാൻ ചിന്നായാലും നന്നായിട്ട് കോണ്ടോർ ചെയ്യാറുണ്ട്, ചീക്കിൻ്റെ സൈഡ് നന്നായിട്ട് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് നോസ് കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ സെയിം ഒരു ലൈറ്റ്, നമ്മൾ കോണ്ടോർ ചെയ്ത ആ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് നോസ് കട്ടിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. നോസ് കട്ടും ഞാൻ നല്ല ഷാർപ്പായിട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എനിക്ക് ആ ഫീച്ചേഴ്സ് ഇങ്ങനെ എടുത്തറിയുന്നത് ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് ഫോട്ടോസിലും വീഡിയോസിലും കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇപ്പോൾ എൻ്റെ നോസ് അത്രയും ഷാർപ്പല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഷാർപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡാർക്കായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോസും കഴിഞ്ഞു, കോണ്ടോറിങ് കഴിഞ്ഞു, ചിൻ കട്ടും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ല ഞാൻ കണ്ണിന് താഴെ ലൈറ്റായിട്ടൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ടെന്ന്. അത് നമ്മൾ കണ്ണിൻ്റെ മേലെ എഴുതിയേക്കുന്ന ആ സെയിം വയലറ്റ് കളർ ഷെയ്ഡ് കൊണ്ട് തന്നെയാണ് കണ്ണിന് താഴ്ഭാഗവും ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യാറുണ്ട്. അതെ, കണ്ണിന് താഴെ ഈ ഒരു അളവിലാണ് ഞാൻ ഷെയ്ഡ് ചെയ്യാറ്. ഈ കണ്ണിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്,
ഈ കണ്ണിൽ ഷെയ്ഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ കണ്ണിൽ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഐലാഷസ് ആണ്. നമുക്ക് എക്സ്ട്രാ ലാഷ് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് മസ്കാര ഇടുന്നവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം ഞാൻ ലാഷ് ഒന്നും വെക്കുന്നില്ല, മസ്കാര മാത്രമേ നന്നായിട്ട് ഇടുന്നുള്ളൂ. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷുഗറിൻ്റെ ലാഷ് ബോംബാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര കോസ്റ്റ്ലി അല്ല, ഇതൊരു ബിലോ 1000 റുപ്പീസാണ് വരുന്നത്. പക്ഷേ ഇത് നമ്മുടെ ലോറ മേഴ്സറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള പണി നന്നായിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു വാഷബിൾ ആയിട്ടുള്ള മസ്കാര യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മസ്കാര ഇതായിരുന്നു കേട്ടോ. ഇത് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതെൻ്റെ ഡെയിലി യൂസിനുള്ള സാധനമാണ്. അതെ, 2 കണ്ണിൽ മസ്കാര കേട്ടോ. ആ ഒരു ചേഞ്ച് കണ്ടോ? അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലഷാണ്. ബ്ലഷ് യൂഷ്വലി ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് ഞാൻ ബ്ലഷ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് കോൺടോറിങ് മാത്രമേ ചെയ്യാറുള്ളൂ. ഹൈലൈറ്റും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുവാണെങ്കിൽ ഇടും. അപ്പോൾ ഇന്ന് എനിക്ക് ഹൈലൈറ്റർ വേണമെന്ന് തോന്നുന്നില്ല. കുറച്ച് ഒരു മാറ്റ് ഫിനിഷിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഇടാത്തത് കേട്ടോ. ഇനിയുള്ള മെയിൻ സാധനം ലിപ്സ്റ്റിക്കാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാക്കിൻ്റെ ബ്രിക്ക് ത്രൂ എന്ന് പറയുന്ന ഷെയ്ഡാണ്. പൗഡർ കിസ് സീരീസിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്. അതൊരു ഭയങ്കര ലൈറ്റ് ഒരു റെഡിഷ് ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. അത് കാണിക്കാം. ലിപ്സ്റ്റിക്കിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്പ് ലൈനർ ഇട്ട് കൊടുക്കാം. ലിപ്പ് ലൈനർ എപ്പോഴും ഒരു പൊടിക്ക് ഡാർക്ക് ഷെയ്ഡ് ഇടുന്നതാണ് ഭംഗി. അതുകൊണ്ട് ഞാനിന്നിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബോബി ബ്രൗണിൻ്റെ തന്നെ ഒരു അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ബോബി ബ്രൗണിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ. ചോക്ലേറ്റ് ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഇപ്പം നിങ്ങളോട് ഇത്രയും വർത്താനം പറഞ്ഞ് ചെയ്തുകൊണ്ടാട്ടോ ഇത്രയും സമയം എടുത്തത്. ഇല്ലെങ്കിൽ ഷടപടയെന്ന് പറഞ്ഞിട്ട് നമുക്ക് റെഡിയാകാൻ പറ്റും. എനിക്ക് ആകപ്പാടെ റെഡിയാകാൻ സമയം എടുക്കുന്നത് കണ്ണ് മാത്രമാണ്. കണ്ണും ഞാൻ ഇന്ന് മാക്സിമം പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്കൊരു ബേസ് മേക്കപ്പ് ആയിട്ടോ ഒരു ആവറേജ് മേക്കപ്പ് ലുക്കായിട്ടോ ഒരു പാർട്ടി വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പം ഇത് ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷൂട്ടിന് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന മേക്കപ്പാണ്. ഡെയിലി യൂസിന് ഞാൻ ഇത്ര ഇടാറില്ല. ഇതിൻ്റെ ഒരു പടിയും കൂടെ കുറയ്ക്കും. ഈ പറഞ്ഞ കോമ്പാക്ട് പൗഡറും കോണ്ടോറിൻ്റെ അളവും എല്ലാം കുറച്ചുകൂടി മിനിമലായിട്ടായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള മേക്കോവർ വീഡിയോസൊക്കെ ഒരുപാട് നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. ബൈ.